ഹലോ. ഹലോ, ഗുഡ് മോർണിംഗ് സർ. എന്താണ് ചക്കടപ്പെണ്ണേ വിശേഷം? വയസ്സ് കാലത്ത് ഷൈനിങ് കണ്ടില്ല. ഇവിടെ വെറുതെ ഇരിക്കുന്നു, അതല്ലാതെ എന്താണ്? ഞാൻ തിരുവനന്തപുരം വന്നാൽ മതി, കാണാം നമുക്ക്. എപ്പോ വേണമെങ്കിലും വന്നോളൂ. 9:30 മണി വരെ ഇവിടെ ഗസ്റ്റ് ഹൗസിലുണ്ട്. 9 വരെ തിരുവനന്തപുരം ഗസ്റ്റ് ഹൗസിലല്ലേ? അതെ. അല്ലെങ്കിൽ അല്ല ഇക്കടെ മറ്റേ കേസ് അവിടെ അവള് വന്ന റൂമിലേക്ക് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 10:30 കഴിയുമ്പോൾ തിരിച്ചു വരും. അപ്പൊ 12 മണിയാകുമ്പോ സാറ് തിരിച്ചു വരും. അപ്പൊ ഞാൻ 12 മണിക്ക് വരട്ടെ, അപ്പൊ സാർ കുറിച്ചിട്ട് ഫ്രീ ആവുമല്ലോ. അല്ല വേണം, ഞാൻ ഒരു കാര്യം ചെയ്യാം. ഞാൻ വന്നിട്ട് 12 ഞാൻ വിളിക്കാൻ വരുമ്പോ. വരുമ്പോ വിളിച്ചാൽ സാർ. ഇന്നിവിടെ ഉണ്ട്, ട്രിവാൻഡ്രത്തുണ്ട്. വേറെ ആരുണ്ട്? ഇല്ല, ഞാൻ ഉച്ചയ്ക്ക് വരാം. താമസിക്കുന്നേ വീട് നാടും ഒക്കെ എന്തിനാ അറിയുന്നേ? കൊള്ളൻ, ഇത്രയും പ്രായമായിട്ട് നാണം മാറിയില്ലല്ലോ. ഞാൻ ഒറ്റയ്ക്ക് വരാം സാർ, അതല്ലേ നല്ലത്. മറ്റുള്ളവരെ കൂട്ടി അവരെ അറിയിക്കണ്ടല്ലോ. വേറെ ആരുമില്ല, അതുകൊണ്ടല്ലേ ഞാൻ തന്നെ വരാമെന്ന് പറഞ്ഞത്. വേറെ ആരും ഇല്ലെങ്കിൽ ഞാൻ മുറിയിലേക്ക് വരാം. മൂന്നാമത്തെ നിലയിൽ 404 എന്റെ മുറി. ഓക്കെ, മൂന്നാമത്തെ നിലയിൽ 404. ഓക്കെ. നമ്മുടെ നാട്ടിലെ ചില പകൽമാന്യന്മാരെ കാണണമെങ്കിൽ രാത്രിയാവുമ്പോ ക്യൂൻസ് ഹോട്ടലിലെ ക്യാബറ ഹോളിൽ ചെന്ന് നോക്കിയാ മതി. പിന്നെ ഒരു കാര്യം മോളെ, സുപ്രിയ സുരേഷിനെ അറിയാമോ? സ്വപ്ന സുരേഷിന്റെ അമ്മയെ അറിയാം. അവരുടെ വീട് എന്റെ അമ്മയുടെ വീടിനടുത്തല്ലേ സാർ? അപ്പൊ അവന്റെ അമ്മയുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെ എന്റെ വീട്. എന്നിട്ട് അവൻ എന്നോട് ഇങ്ങനെ പെരുമാറണം. ഇപ്പൊ ഈ ഒരു ശരത്ത് എന്ന് പറയുന്നില്ല, അവൻ ഇവിടെ കെട്ടിയിരിക്കട്ട് ഭാര്യ ഭർത്താക്കൾ ജീവിക്കുക. സരിത്ത് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടെന്ന് പറയുന്നുണ്ട്. ഞാൻ കണ്ടെന്ന് അവർ ഒരുമിച്ച വന്നത്. പക്ഷെ നേരിട്ടുള്ള ഡീലിങ്സാ. കെട്ടിയോന്ന് അറിയാതെയാ ഇടപാട്. രാവിലെ ഒരുത്തന്റെ ബുക്കിംഗ് ഉണ്ടായിരുന്നു, ഞാൻ കണ്ടു. കാശ് കൊടുത്താലേ ഇങ്ങോട്ട് മറിയും. അതെ. അപ്പൊ അത് സ്വപ്ന ഇപ്പം എന്താണ്, സ്വപ്ന പബ്ലിഷ് ചെയ്യാനിരിക്കുവാണോ അതോ? കമ്പനിക്ക് പേടിയാണ്, പറയാതെ വെച്ചോണ്ടിരിക്കുക. പാവം. തൊലിക്ക് നല്ല കട്ടിയാണല്ലേ. ഇതും ഒരു തുടക്കമാണ്.